എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കുടുംബശ്രീ കുടുംബമേളയിലേക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം. ആലപ്പുഴയിലെ കുടുംബശ്രീ പ്രവർത്തകരോടൊപ്പമാണ് ഇന്ന് കുടുംബശ്രീ കുടുംബമേള എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ കുറേയധികം വിശേഷങ്ങൾ, നിങ്ങളുടെ കളികൾ, നിങ്ങളുടെ രസങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുമായിട്ടാണ് ഈ എപ്പിസോഡ് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും കുടുംബശ്രീ കുടുംബമേളയിലേക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം. ഗോപികേ നിൻവിരൽ തുമ്പുരും നിവി തുമ്പി വീണയോ ഹൃദയമോ തേനഞ്ചി തേങ്ങി ഗോപികേ ആ ആ ആ വർണ്ണവും ഗന്ധവും അലിയും തേനരുവിലാനന്ദമുന്മാദം ഗോപികേ നിൻവിരൽ തുമ്പുരും മിവി തുമ്പി വീണയോ ഹൃദയമോ തേനഞ്ചി തേങ്ങി ഗോപികേ ആ ആ ആ കടിച്ചോ ഒന്നും നോക്കണ്ട. ഇതെന്തത്? ആപ്പിളല്ലട്ടത്, കയ്പക്കായാണ്.
2, 3, start! വേഗം കഴിച്ചു, അല്ലെങ്കിൽ ആ ചേച്ചി ഇപ്പൊ തീർക്കും. വേഗം വേഗം വാ, photo നല്ലൊരു എടുക്കണ്ട. കൈ ഇടട്ടെ. ദേ പാവക്കയാണ് കഴിക്കണത്. അവര് മറന്നോട്ടെ പാവക്കയാണ് കഴിക്കണെന്നുള്ളത്. വിജയത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു ടിൻസി. തൊട്ട് പുറകെ ടിൻസി ഉണ്ട്. ടിൻസി ചേച്ചി, up, up. വെരി ഗുഡ്, വെരി ഗുഡ്. ഫൈനൽ റൗണ്ട് മത്സരം ആരംഭിക്കാൻ പോവാണ്. ഫൈനൽ റൗണ്ട് മത്സരത്തിലേക്ക് സെലക്ഷൻ ലഭിച്ചിരിക്കുന്നത് വത്സല ചേച്ചിക്കും അതുപോലെ തന്നെ സുകന്യ ചേച്ചിയുമാണ്. രണ്ടുപേർക്കും സ്വാഗതം. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യ റൗണ്ടില് ഒരു തേങ്ങാക്കാരിയായിരുന്നു. പക്ഷെ ഇപ്പൊ തേങ്ങാക്കാരിയൊക്കെ മാറി. ഇപ്പൊ എന്താ? അതെ, ഈ മത്സരത്തില് കുറച്ച് ചെറിയ ചക്കക്കാര്യമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ മത്സരത്തിന്റെ പേരും ഒരു ചക്കക്കാര്യം. ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു ഗെയിം വെച്ചാലോ? വേറൊരു ചെറിയ ഗെയിം. പിന്നെന്താ? പഴഞ്ചൊല്ലാണ് പറയേണ്ടത്. ഞാൻ പറയുന്ന പോലെ പറയണം. പറ്റുമോ? ടങ് ട്വിസ്റ്റർ ആണോ ഉദ്ദേശിക്കുന്നത്? ടങ് ട്വിസ്റ്റർ തന്നെ, പഴഞ്ചൊല്ല് പോലെ. ഓക്കെ. അപ്പൊ സുകന്യ ചേച്ചി ഒന്ന് പറഞ്ഞു നോക്കൂ. പറയട്ടെ? ആ മൈക്ക് അങ്ങോട്ട് കൊടുത്താലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. 10 തത്ത ചത്തു, ചത്താത്ത പച്ച. കലക്കിയുണ്ട്. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത നിങ്ങളോട് ചോദിച്ചില്ല കേട്ടോ. ചത്ത തത്ത പച്ച. ഒരു 5 പ്രാവശ്യം 5 പ്രാവശ്യം പറഞ്ഞു നോക്കട്ടെ സ്പീഡില്. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. പച്ച, നീല, മഞ്ഞ. വേഗം വേഗം. പച്ച തത്ത 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. മതി. സമ്മതിച്ചു. തോറ്റു. ഓക്കെ, വത്സല ചേച്ചിക്ക് അക്ഷരസ്ഫുടത ചെയ്യേണ്ടത് നോക്കാം. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10, 15, 20 അല്ലേ? 10, 15. 10 തത്ത ചത്തു, ഇല്ല. ചത്ത തത്ത പച്ച. നീല. 10 ചത്തു, ചത്ത പച്ച തത്ത. കലക്കിയല്ല, നല്ലൊരു കൈയുടെ വത്സല ചേച്ചി കലക്കി കളഞ്ഞു. വേറെ ഒന്നും കൂടി നോക്കട്ടെ. ഒരു പ്രാവശ്യം കൂടി മതിയല്ലോ. പച്ച തത്ത തത്ത പച്ച, മഞ്ഞ, മൈന. ചത്തു. എപ്പാ? പച്ച തത്ത ചത്തു. ഒരു കാര്യം ആ തത്തനില്ലേ തല്ലിക്കൊല്ല നമുക്ക്. അപ്പൊ എന്തായാലും വത്സല ചേച്ചി ആൻഡ് സുകന്യ രണ്ടുപേരും മത്സരിച്ചു. രണ്ടുപേർക്കും നല്ലൊരു കൈഡി. മത്സരം ആരംഭിക്കാൻ പോവാണ്. മത്സരത്തിന് പ്രോപ്പർട്ടീസ് പരിചയപ്പെടാം. അതിന്റെ രീതികൾ ഞങ്ങൾ പറഞ്ഞുതരാം. ഫ്രണ്ടില് ഒരു നൂലും ഒരു സൂചിയുമുണ്ട്. കണ്ടില്ലേ? ഒരു നൂലും ഒരു സൂചിയും. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നൂലും സൂചിയും എടുക്കുക. നൂല് സൂചിയിൽ കോർക്കുക. ഇവിടെ നിന്ന് വെട്ടുകത്തിയെടുക്കുക. കമോൺ, ഫ്രണ്ടിലേക്ക് വാ. ഇവിടെ 2 നിറത്തിലുള്ള 2 തുണി വെച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ കോർക്കുന്ന സൂചി നൂലും ഉപയോഗിച്ച് തുന്നുക. ആദ്യം ഭംഗിയായിട്ട് ഇത് കൃത്യമായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കണം. ബാക്കി 3 സൈഡും കൃത്യമായിട്ട് തുന്നി യോജിപ്പിക്കുക. അതിനുശേഷം ഈ യോജിപ്പിച്ച തുണി ഇവിടെ തന്നെ വെക്കുക. നിങ്ങളുടെ കയ്യിലൊരു വെട്ടുകത്തി എടുത്തിട്ടില്ലേ? ഈ വെട്ടുകത്തി എടുത്തിട്ട് ഈ ചക്ക എടുക്കുക. ചക്ക കൃത്യമായിട്ട് മുറിക്കാം. അതിൽ നിന്നും കൃത്യമായിട്ടും ഓരോ ചുളകളും അടർത്തിയെടുത്ത് ആ ബൗളിൽ നിക്ഷേപിക്കുക. ഏറ്റവും കൂടുതൽ ഏറ്റവും കൃത്യമായിട്ടും ഭംഗിയായിട്ടും ആരാണോ ചെയ്യുന്നത്, സുകന്യയാണോ അല്ലെങ്കിൽ വത്സല ചേച്ചിയാണോ, രണ്ടിൽ ആരാണോ ഭംഗിയായിട്ട് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ഏറ്റവും വേഗത്തിലും ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യുന്നത് അവർക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് ലഭിക്കാൻ പോകുന്നത്. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു കൈയ്യടി. അങ്ങനെ മത്സരം ആരംഭിക്കാൻ പോവാണ്. സുകന്യ ആൻഡ് വത്സല ചേച്ചി രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, ഇവിടെ ഇരിക്കുന്ന സൂചി നൂലും കോർക്കുക. അതിനുശേഷം മുന്നിലുള്ള തുണിയിൽ 3 ഭാഗവും കൃത്യമായിട്ട് യോജിച്ച് തുന്നിച്ചേർക്കുക. അതിനുശേഷം കൈ ഇവിടെ നിന്ന് വിട്ടുകത്തിയെടുത്ത് ആ ചക്കയുമായിട്ട് ഫ്രണ്ടിലുള്ള ഷീറ്റിൽ താഴെ പോയിരിക്കുക. ചക്ക വെട്ടുക, മുറിക്കുക. അതിൽ നിന്ന് ഓരോ ചുളകൾ അടുത്തെടുത്ത് ആ ബൗളിൽ നിറയ്ക്കുക. ബൗൾ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഞ്ചിയിൽ നിറയ്ക്കാവുന്നതാണ്. അതെ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ തന്നെ തുന്നി യോജിപ്പിച്ചിട്ടുള്ള സഞ്ചിയിൽ കൂടി നിറയ്ക്കുക. ഇത് രണ്ടിലും കൂടി ആദ്യം ആരാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അവർക്കായിരിക്കും 1ാം സമ്മാനം ലഭിക്കാൻ പോകുന്നത്. സുകന്യ ആൻഡ് വത്സല രണ്ടുപേർക്ക് ഓൾ ദി ബെസ്റ്റ്. മത്സരം ആരംഭിക്കുകയാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്.
കണ്ണു കാണാമോ? കണ്ണട വേണോ? ഫാസ്റ്റ് ഫാസ്റ്റ്. ആഹാ, വത്സല ചേച്ചി ആണല്ലോ. കലക്കി കലക്കി കലക്കി. ഒത്തിരി അകലത്തിൽ തുന്നരുത്. കണ്ടു കഴിഞ്ഞാൽ ഒരു സഞ്ചേട്ടെങ്കിലും തോന്നണം. ഇവിടെ നോക്കല്ല, അവിടെ നോക്കി ചെയ്യുന്നേ. സുഗന്യ ചേച്ചി നല്ലൊരു ഗൈഡ് ആയിട്ടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുറിക്കുന്ന ചക്ക നിങ്ങൾ തന്നെ തിന്നേണ്ടി വരും കേട്ടോ. പച്ചച്ചക്ക ഇഷ്ടമാണോ? കോൺസെൻട്രേഷൻ കളയിലും ഒന്ന് പോയത്. രണ്ട് സൈഡ് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഫൈനലിലേക്ക് എത്തുകയാണ്. ഏകദേശം സഞ്ചിയുടെ ഒരു രൂപത്തിലായിട്ടുണ്ട്. അങ്ങനത്തെ സഞ്ചി ആദ്യമായിട്ടാണ് കേട്ടോ. ഒരു നിമിഷം വേറെ ആരോ ആണെന്ന് വിചാരിച്ചല്ലേ? ഈ ചക്കനെ കൊല്ലാനല്ല പറഞ്ഞത്. ചക്കയായിട്ട് പോട്ടെ, അങ്ങോട്ട് വെട്ടി മറിക്കേ. അങ്ങോട്ട് കലക്കൻ. കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള സഞ്ചിയിൽ നിറയ്ക്കാം. ആദ്യം ആരാണോ നിറയ്ക്കുന്നത് അവർക്കാണ് ഫസ്റ്റ് പ്രൈസ്. സുഗന്യ ചേച്ചി വളരെ വാശിയോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒരു ബൗൾ നിറയാറായിരിക്കുന്നു. ബൗളിന് ശേഷം സഞ്ചിയിലേക്ക് നിറയ്ക്കാം. വേഗമായിട്ടെ കൃത്യമായിട്ടുള്ള ചുളകൾ മാത്രം പെറുക്കിയിടുക. കൃത്യമായിട്ട് ചുളകൾ മാത്രം പെറുക്കുക. അതേ താഴെ പോയി, താഴെ കളയല്ലേ. ചുള മാത്രം മതി, ചക്കക്കുരു വേണ്ട. കയ്യടി വരട്ടെ. സഞ്ചിയുടെ സഞ്ചി. മത്സരം ഏകദേശം ഫൈനലിലേക്ക് എത്തുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മത്സരം അവസാനിക്കും. നല്ലൊരു ഗൈഡ് വേട്ടെ. സുകന്യ ആൻഡ് വത്സല രണ്ടുപേരും വാശിയോടുകൂടി മത്സരിച്ചിരിക്കുകയാണ്. നല്ല ഗൈഡ്. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ 10 9 8 7 6 5 4 3 2 1 0. സ്റ്റോപ്പ്. മതി. താങ്ക് യു വെരി മച്ച്. സുകന്യ ആൻഡ് വത്സല രണ്ടുപേരും വളരെയധികം വാശിയോടുകൂടി വളരെയധികം ആത്മാർത്ഥതയോടുകൂടി മത്സരിച്ചു. രണ്ടുപേർക്കും നല്ലൊരു കൈയടി. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഇതേപോലെ ഒരു ബീച്ചിലിരുന്ന് ഇവിടെ ഇരുന്ന് ചക്ക മുറിക്കാൻ പറ്റുന്ന? ഒരിക്കലും വിചാരിച്ചില്ല. ഇതിനു മുമ്പാണെങ്കിലും തേങ്ങ എറിഞ്ഞിട്ടായിരുന്നു. ബീച്ചിലിരുന്നോ? ബീച്ചിലല്ല, വീട്ടില്. ഓക്കെ, ഇതിനു മുമ്പ് പങ്കെടുത്ത രണ്ടുപേരും കൂടി വന്നേ. നേരത്തെ പങ്കെടുത്ത ടിൻസി, വേറെ ആളുകൂടി ഉണ്ടായില്ല, അമ്മു. അപ്പൊ എന്തായാലും ആദ്യ റൗണ്ടില് മത്സരത്തിൽ നിന്ന് പുറത്തായിട്ടുള്ള അമ്മു, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ബീച്ചിലിരുന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും തേങ്ങ ചിലവാൻ പറ്റുമെന്ന്? ഇല്ല, സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പോ കുടുംബശ്രീയോട് അഭിമാനം തോന്നുന്നു. വെരി ഗുഡ്. കുടുംബശ്രീ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ വരാൻ വേണ്ടി പറ്റിയത് തന്നെ. അതുകൊണ്ട് കുടുംബശ്രീക്കും ഫ്ലവേഴ്സ് ചാനലിനും നന്ദി പറയുന്നു. ഞങ്ങൾക്കും. താങ്ക് യു. ടിൻസി,
ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ഈ ഫൈനലിലിരുന്ന് ഇപ്പൊ ചക്ക മുറിക്കേണ്ടായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ നല്ലതായിരുന്നു. അപ്പോ വലിയൊരു ഭാഗ്യമാണ് ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഈ ബീച്ചിലിരുന്ന് തേങ്ങേറിയാൻ പറ്റുക. ഓക്കെ, എന്തായാലും രണ്ടുപേരും വളരെ മനോഹരമായിട്ട് മത്സരിച്ചു. രണ്ടുപേർക്കും നന്ദി പറയുന്നു. അപ്പോ വത്സല ചേച്ചി നല്ല ഉഷാറായിട്ട് ഒരു കട്ടൊക്കെ ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ ഒരു ചെറിയ പാളിച്ച പറ്റിയെന്നറിയോ? ആ സഞ്ചി തുന്നിയത് അങ്ങോട്ട് കറക്റ്റ് ആയില്ല. പതാക പോലെ ആയിപ്പോയി. സഞ്ചി ഏകദേശം കംപ്ലീറ്റ് ഹോളാണത്. ഒരു ചക്കച്ചോളി എടുക്കുമ്പോൾ മറ്റേ സൈഡിൽ കൂടി ഒരു 5 എണ്ണം അങ്ങോട്ട് പോകും. ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു 6 ഇപ്പുറത്തേക്ക് പോകും. പിന്നെ ചക്കച്ചോള ഓടിച്ചിട്ട് പിടിക്കേണ്ട അവസ്ഥയിലെത്തി. ഏതായാലും പക്ഷെ നിങ്ങൾ നല്ല സ്പിരിറ്റ് ആയിരുന്നു, ഭയങ്കര വാശിയും നല്ല എനർജി ഉണ്ടാവും. ഈ ഒരു വെയിലത്താണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും വളരെ ആത്മാർത്ഥയോട് മത്സരിച്ചു. പ്രത്യേകം കുടുംബശ്രീയിലെ ഈ 2 മെമ്പേഴ്സിനും നല്ലൊരു കൈഡ് കൊടുക്കും കേട്ടോ. മത്സരത്തിൽ എന്തായാലും ഏത് മത്സരമാണെങ്കിലും ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ആ വിജയം, ആ ഭാഗ്യം ലഭിച്ചത് സുകന്യ ചേച്ചിക്കാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ മത്സരത്തിൽ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. സൂചിയും നൂലും കോർക്കുക, അതിനുശേഷം കൃത്യമായിട്ടൊരു സഞ്ചി തുന്നി. അതെനിക്ക് തോന്നുന്നു നിമിഷങ്ങൾ, മിനിറ്റുകൾ കൊണ്ട് സഞ്ചി തുന്നി ഉണ്ടാക്കി. പിന്നെ ഒരു ചക്ക ഇവിടെ കൊണ്ടിട്ട് എൻ്റെ ദൈവമേ, ചക്കനെ കൊന്നു കളഞ്ഞ പോലെ ആയിപ്പോയി. ആ ചക്കയിൽ ഇനി ഒന്നും ബാക്കിയില്ല. വളരെ വേഗത്തിൽ. ഇതിനു മുമ്പ് ചക്ക ഒത്തിരി പ്രാവശ്യം മുറിച്ചിട്ടുണ്ടോ? ഒത്തിരി പ്ലാവുണ്ട്. വെറുതെ അല്ല, പ്ലാവിന് മേളിൽ കയറാറുണ്ടോ? കയറി ഇടാറുണ്ടോ? ഒത്തിരി ദൂരമല്ല, താഴേക്ക് എണി വെച്ച് കയറി ഇടാറുണ്ട്. അപ്പം നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അതുകൊണ്ടാണ് ആ എക്സ്പീരിയൻസ് ആണ് ഈ മത്സരത്തിൽ കാണിച്ചത്. എന്തായാലും ഒത്തിരി നന്ദി. വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. എന്തായാലും ഈ മത്സരത്തിൽ വിജയായിരിക്കുന്നത് സുകന്യ ചേച്ചിയാണ്. നല്ലൊരു ഗൈഡ്. എന്തായാലും മത്സരത്തിൽ വിജയിച്ച സുകന്യ ചേച്ചിക്ക് സമ്മാനം കൊടുക്കാൻ പോവാണ്. സമ്മാനം കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഇവിടെ ഞങ്ങൾ കുറേ നേരമായിട്ട് ഈ മത്സരം ഇപ്പോൾ ഏകദേശം കുറച്ച് മണിക്കൂറുകളായിട്ട് ഒരു ഫോറിനർ സുഹൃത്ത് അവിടെ നിന്ന് നമ്മുടെ ഈ മത്സരം ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിനെ കൂടി ഈ വേദിയിലേക്ക് വിളിച്ചാലോ? ഐ വെൽക്കം മിസ്റ്റർ കെവിൻ ഫ്രം ന്യൂയോർക്ക്. പ്ലീസ് കെവിൻ, പ്ലീസ്. 2.5 മണിക്കൂറായിട്ട് കെവിൻ ഇത് ഇവിടുന്ന് മാറാതെ, നിന്ന സ്ഥലത്ത് നിന്ന് മാറാതെ നമ്മളെ തന്നെ, നമ്മുടെ പ്രോഗ്രാം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലെന്തായാലും നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കുടുംബശ്രീക്കാർ കണ്ടോ ആ അമേരിക്കയിൽ നിന്ന് വന്ന ആളാണ് കേട്ടോ. Kevin, what do you feel right now? I'm very excited. I love watching people use knives to open fruit. Can you say Kudumbashree Kudumba Melam? Kudumbathri. Kudumbashree. Kudumbathri. Kudumba Kudumba Mela. Mela. Yes. Once more. Once again. Kudumbashree Kudumbathri. Kudumba Melam. Kudumba Melam. Thank you. സുകന്യ ചേച്ചിക്ക് നമ്മൾ മത്സരത്തിൽ വിജയിച്ചതിന് സമ്മാനം നൽകാൻ പോവുകയാണ്. മത്സരത്തിൽ വിജയിച്ചതിന് സമ്മാനം നൽകുന്നതിനായിട്ട് ആലപ്പുഴ DMC സുജായിപ്പിനെ വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമായി തോന്നി. കുടുംബശ്രീയുടെ ആലപ്പുഴയുടെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനലിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എന്തായാലും ഇനി സുകന്യ ചേച്ചിക്ക് സമ്മാനം കൊടുക്കാൻ പോവാണ്. താങ്ക് യു. അപ്പോൾ എന്തായാലും പോരുത്. ഇനി നമുക്ക് ഒരു മനോഹരമായിട്ടുള്ളൊരു ഗാനം വരുന്നു. ഗാനത്തിനൊത്ത് എല്ലാവരും ഡാൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആലപ്പുഴയിലെ കുടുംബശ്രീ പ്രവർത്തകരോടൊപ്പമായിരുന്നു ഇന്നത്തെ മനോഹരമായിട്ടുള്ള എപ്പിസോഡ്. പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ഏറ്റവും ഭംഗിയുള്ള ബീച്ചിൻ്റെ ഹൃദയഭാഗത്താണ് ഈ എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്തത്. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച എല്ലാ കുടുംബശ്രീ പ്രവർത്തകർക്കും ഒത്തിരി നന്ദി. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. ബൈ. Ready to dance? മെൽബോൺ മലർ പോൽ മെല്ലിയ മകളാ
മെൽബോൺ മലർ പോൽ മെല്ലിയ മകളാ ഡിജിറ്റലിൽ സിതുക്കിയ കുരലാ